ഹായ് ഹലോ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അസർബൈജാനിലെ നമ്മുടെ ആ കത്തുന്ന ആ മലയുടെ വീഡിയോ ഒക്കെ ഇട്ടായിരുന്നില്ലേ. അന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഇതിൻ്റെ അടുത്ത് ഒരു 30 മിനിറ്റും കൂടി പോയിട്ടുണ്ടെങ്കിൽ ഒരു ഫയർ ടെമ്പിൾ ഉണ്ട്, ആ വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളിന്ന് ഫയർ ടെമ്പിളിലോട്ടാണ് പോകുന്നത്. അസർബൈജാനിലെ സുരഗാനി മേഖലയിലാണ് നമ്മുടെ ഫയർ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. ഏത് കാലാവസ്ഥയിലും അണയാതെ കത്തുന്ന തീനാളങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇതൊരു ദൈവിക അടയാളമായിട്ടാണ് അവിടുത്തെ ആൾക്കാർ കണ്ടിരുന്നത്. ഒരു ഹിന്ദു ആചാരപ്രകാരമുള്ള ഒരു അമ്പലമായിരുന്നു ഇത്. ഹിന്ദു ആചാരപ്രകാരമുള്ള ഒരു അമ്പലമാണെങ്കിലും ഇപ്പോൾ ഇതൊരു മ്യൂസിയമായിട്ടാണ് നിലനിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ അമ്പലത്തിന് 5 വശങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരുപാട് ചുറ്റിക്കാണാനുണ്ട്. നല്ല ഭംഗിയായിട്ട് തന്നെ ഇങ്ങനെ ഗണേശ വിഗ്രഹവും നടരാജ വിഗ്രഹവും ഒക്കെ ഉണ്ട്. പിന്നെ കല്ലിൽ കൊത്തി വെച്ച ഗണേശ വിഗ്രഹമൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റി. ഒരിക്കലും അണയാതെ കത്തുന്ന ഒരു തീനാളം ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇത് ആരാധനയ്ക്ക് ഒരു ക്ഷേത്രമായിട്ട് ഇവർ കണക്കാക്കിയിരുന്നത്. കാലക്രമേണ ഈ തീനാളം അണഞ്ഞു പോവുകയും പിന്നെ ഈ ക്ഷേത്രം പൂട്ടിയിടുകയും പിന്നീട് ഇത് മ്യൂസിയമാക്കി മാറ്റുകയുമാണ് ചെയ്തത്. നമ്മൾ അസർബൈജാനിൽ വരികയാണെങ്കിൽ കണ്ടിരിക്കേണ്ട ലാൻഡ്മാർക്ക് 2 സ്ഥലങ്ങളാണ്, യാനറാഗും അതുപോലെ തന്നെ ഈ ഫയർ ടെമ്പിളും. നമ്മുടെ അസർബൈജാനിലെ ഫയർ ടെമ്പിളിൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞാൻ ഉള്ളിലെ എല്ലാ വീഡിയോയും നിങ്ങളോട് ഷെയർ ചെയ്തിട്ടില്ല. നല്ല മഴയൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് ഒരുപാട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷെ കണ്ടാസ്വദിക്കാൻ ഒത്തിരി നല്ല ഏരിയ ഉണ്ട്. നല്ലപോലെ ഒരുപാട് ചരിത്രങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ മ്യൂസിയം ഒരുപാട് ഇഷ്ടപ്പെടും. ഞാൻ മുന്നേ നിങ്ങളോട് ഷെയർ ചെയ്തിരുന്നു, ഞങ്ങളൊരു പാക്കേജ് ആയിട്ടാണ് വന്നത്. ലാൻഡ്മാർക്ക് സ്ഥലമായതുകൊണ്ട് തന്നെ യാനറാഗും അതുപോലെ തന്നെ ഫയർ ടെമ്പിളും ഞങ്ങളുടെ പാക്കേജിൽ ഇൻക്ലൂഡ് ആയിരുന്നു. അപ്പോൾ അസർബൈജാൻ വരികയാണെങ്കിൽ കണ്ടിരിക്കേണ്ട 2 ലാൻഡ്മാർക്ക് പ്ലേസ് തന്നെയാണ് ഫയർ ടെമ്പിളും യാനറാഗും. നിങ്ങൾക്കപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.